നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരി വിരുദ്ധ പ്രത്യേക പരിശോധനയായ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് തുടരുന്നു. കതിരൂരിലും പാനൂരിലുമായി 17 ഗ്രാം MDMA പിടികൂടി. 7 പേർ അറസ്റ്റിൽ. ഓപ്പറേഷൻ തൂഫാനു പിറകെ ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തണ്ടറും. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 8 കിലോ കഞ്ചാവ് പിടികൂടി. നാടിനെ കൊള്ളയടിക്കുന്നതിൽ BJP സർക്കാരിനും കോൺഗ്രസ് സർക്കാരിനും പങ്കുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ തലശ്ശേരിയിലും പാനൂരിലും പ്രതിഷേധം. ഇന്ത്യൻ കരസേനയുടെ അഭിമാനമായ കോർ ഓഫ് സിഗ്നൽസിൽ നിന്നും 31 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച സുബേദാർ മേജർ മാഹി ചാലക്കരയിലെ ഷാജി മാണിക്കോത്തിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം. വരവേൽപ്പ് വിമുക്ത ഭടന്മാരുടെ സംഘടനയായ തലശ്ശേരി സിഗ്നലേഴ്സിന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. ലഹരി വിരുദ്ധ പ്രത്യേക പരിശോധനയായ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് നടപടികളുടെ ഭാഗമായി 13 ഗ്രാം MDMAയുമായി 4 പേരെ കതിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രി കതിരൂർ 4-1 നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. 13 ഗ്രാം MDMAയുമായി 4 പേരെ കതിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രിയോടെയാണ് കതിരൂർ 4-1 വെച്ച് ഇവർ പിടിയിലായത്. KL 58J 2314 നമ്പർ ഓൾട്ടോ കാറിൽ കൂത്തുപറമ്പിൽ നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് വിൽപ്പനക്കായി MDMA കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തവെയാണ് ഇവർ പിടിയിലായത്. എരഞ്ഞോടി ചോനാടത്തെ മല്ലേരി ഹൌസിൽ ജംഷീർ, മാടപ്പീടിക പാറാലിലെ പറമ്പത്ത് ഹൌസിൽ തൻസീർ, കണ്ണവത്തെ ആമിനാസിൽ ഷഹീർ, മാടപ്പീടിക പാറാലിലെ പുതിയ വീട്ടിൽ റെനി ഒലവർ എന്നിവരാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി ഡാൻസ് ഓഫ് ടീമും കതിരൂർ പോലീസ് SI ഹരിദേവും നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കും. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിതരണവും തടയുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാനൂരിലും റെയ്ഡ്. പാത്തിപ്പാലം മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 3 പേർ MDMAയുമായി പിടിയിലായി. പാത്തിപ്പാലം കല്ലിൽ താഴെ നിതിൻ രാജിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് MDMAയും പണവും പോലീസ് പിടിച്ചെടുത്തത്. സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് മുകേരി പാത്തിപ്പാലത്തും പരിശോധന നടത്തിയത്. കല്ലിൽ താഴെ നിതിൻ രാജിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് MDMAയും പണവും പിടികൂടിയത്. നിതിൻ രാജ്, റോഷിൻ, ആഷിത് എന്നിവരാണ് പിടിയിലായത്. 4 ഗ്രാമോളം MDMAയും ഇവരിൽ നിന്നും കണ്ടെടുത്തു. കണ്ണവം പോലീസ് ഇൻസ്പെക്ടർ സുമിത് കുമാർ, പാനൂർ SIമാരായ ശരത്, മുഹമ്മദ് ഷജീർ, ASI ഷാജി, ACPയുടെ സ്ക്വാഡംഗങ്ങളായ നിഷാദ്, വിജിത്ത്, പാനൂർ പോലീസ് തൂഫാൻ സ്ക്വാഡംഗങ്ങളായ SI അഷ്റഫ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷംസീർ, സീനിയർ സിവിൽ പോലീസ് സീന, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഷിനി എന്നിവരും പരിശോധനയിൽ പങ്കാളികളായി. ഓപ്പറേഷൻ തൂഫാൻ പിറകെ ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തണ്ടറും. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 8 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് വകുപ്പും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി ചേർന്ന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ലഹരി വേട്ടയുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് പ്രത്യേകം സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി ചേർന്ന് തലശ്ശേരിയിൽ സംയുക്ത പരിശോധന നടത്തിയത്. റെയിൽവേ സ്റ്റേഷൻ 2ാം പ്ലാറ്റ്ഫോറത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്തു നിന്നും 8 കിലോ ഉണക്ക കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ചാക്കിൽ നിറച്ച് ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. മാർക്കറ്റിൽ ഏതാണ്ട് 8 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് കണ്ടെത്തിയത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരുന്ന ഓപ്പറേഷൻ തണ്ടറുമായി ബന്ധപ്പെട്ട് തലശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസും അതേപോലെ RPFന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ക്രൈം സ്ക്വാഡ് ഉണ്ട്, CPDS ക്രൈം സ്ക്വാഡുമായി കമ്പൈൻ ചെയ്തിട്ട് സംയുക്തമായിട്ടുള്ള ഒരു ട്രെയിൻ ചെക്കിങ്ങും അതുപോലെ പ്ലാറ്റ്ഫോം ചെക്കിങ്ങിനിടയിലാണ് ഇത്രയും കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 8 കിലോളം കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട്. ഉടമസ്ഥൻ ഇല്ലാത്ത നിലയിൽ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് ആണ് കിട്ടിയത്. ഇതിന്റെ ഉടമസ്ഥനെ പറ്റി കൂടുതൽ അന്വേഷണത്തിൽ കണ്ടെത്തുന്നതായിരിക്കും. നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് 6324 നമ്പർ മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ട്രെയിൻ പരിശോധിച്ചിരുന്നു. ആ ട്രെയിൻ പോയതിനു ശേഷമാണ് നമുക്കിത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിൽ വന്നതാകാം എന്നാണ് നിഗമനം. കൂടുതൽ അന്വേഷണത്തിൽ പ്രതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ട്രെയിനിൽ കടത്തിക്കൊണ്ടുപോരുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിക്കാൻ പ്ലാറ്റ്ഫോമിന്റെ ഒഴിഞ്ഞ ഭാഗത്ത് ചാക്കികെട്ട് തള്ളി ലഹരിക്കടത്തുകാരൻ മുങ്ങിയതാവാമെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. RPF SI മനോജ് കുമാർ, ഹെഡ് കോൺസ്റ്റബിൾ ETK പവിത്രൻ, കോൺസ്റ്റബിൾ K റിബേഷ്, RPF ക്രൈം സ്ക്വാഡ് ഹെഡ് കോൺസ്റ്റബിൾമാരായ M ബൈജു, T ബിജേഷ്, തലശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ
ജി ആദർശ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ടി സന്തോഷ്, കെ സി ഷിബു, പ്രിവന്റീവ് ഓഫീസർമാരായ കെ സുമേഷ്, കെ പി റോഷി, എം കെ പ്രസന്ന, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി പി രതീഷ്, കെ സരിരാജ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നാടിനെ കൊള്ളയടിക്കുന്നതിൽ BJP സർക്കാരിനും കോൺഗ്രസ് സർക്കാരിനും പങ്കുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ജനജീവിതം താറുമാറാക്കിയതിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ തലശ്ശേരിയിലെ ടെലിഫോൺ ഭവന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. CPIM സിന്ദാബാദ്. തലശ്ശേരിയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. 2 ലക്ഷം കോടി രൂപയാണ് ഈ സമീപകാലത്തെ ഇന്ധന വിലക്കയറ്റം ഉണ്ടാക്കിയതിനെ തുടർന്ന് എണ്ണ കമ്പനികൾക്ക് ലാഭമുണ്ടായി. 2 ലക്ഷം കോടി. ഇത് നികുതിയായി വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ പറയുന്ന കാര്യം എന്താ? അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചു. ഇപ്പൊ 100 കടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ധന വില വർദ്ധിപ്പിക്കാൻ കാരണമെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ കുറക്കണ്ടേ? 2022 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റഷ്യയും ഉക്രൈനും തമ്മിലൊരു യുദ്ധമുണ്ടായി. ആ സമയത്ത് ക്രൂഡ് ഓയിലിന്റെ വില 100 കടന്നു, $100. പിന്നീട് അത് $70 കുറഞ്ഞു. 2023-24 വർഷങ്ങളിൽ $70 കുറഞ്ഞു. അപ്പൊ ഇന്ധന വില കുറഞ്ഞോ? ഇല്ല. 2014 ഇന്നത്തെ BJP സർക്കാർ അധികാരത്തിൽ വരുന്നത്. അവരധികാരത്തിൽ വരുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 72 രൂപയായിരുന്നു. ഇപ്പൊ അത് 115 ആയി. അവർ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് മോഡി പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയായി 1 ലിറ്റർ പെട്രോളിന്റെ വില കുറക്കും. വാഗ്ദാനം പാലിച്ചില്ലെന്ന് മാത്രമല്ല, വർദ്ധിപ്പിച്ചു. കോൺഗ്രസും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 2004 മുതൽ 2014 വരെയുള്ള 1 ലിറ്റർ പെട്രോളിന്റെ വില എത്ര വർദ്ധിച്ചു? 2004 മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്ന സമയത്ത് 1 ലിറ്റർ പെട്രോളിന് 33 രൂപയായിരുന്നുവെങ്കിൽ ഭരണം വിട്ടു പോകുമ്പോൾ 72 രൂപയായി വർദ്ധിച്ചു. ഇരട്ടിയിലധികം. കോൺഗ്രസ് സാർവദേശീയ മാർക്കറ്റിൽ ഇന്ധന വിലയുടെ തോതനുസരിച്ച് വർദ്ധിപ്പിച്ചതുപോലെ BJPയും വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 30 രൂപക്കുണ്ടായിരുന്ന പെട്രോള് 115 രൂപയായി വർദ്ധിപ്പിച്ചത് ഈ നാടിനോടും ജനങ്ങളോടും കാട്ടിയ വഞ്ചനയാണ്. നാടിനെ കൊള്ളയടിക്കുന്നതിൽ BJP സർക്കാരിനും കോൺഗ്രസ് സർക്കാരിനും പങ്കുണ്ടെന്ന് MV ജയരാജൻ പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ജനജീവിതം താറുമാറാക്കിയതിൽ പ്രതിഷേധിച്ചാണ് CPMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. തലശ്ശേരി ടെലിഫോൺ ഭവനിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. CPM തലശ്ശേരി ഏരിയ സെക്രട്ടറി MC പവിത്രൻ അധ്യക്ഷനായി. CK രമേശൻ, മുഹമ്മദ് അഫ്സൽ, നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, വൈസ് ചെയർപേഴ്സൺ V സതി തുടങ്ങിയവർ സംസാരിച്ചു. കൈയൊഴിഞ്ഞവർ കയ്യും കെട്ടി കാഴ്ചക്കാരായി നിൽക്കുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ CPM നടത്തുന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാനൂരിലും പ്രതിഷേധം.
പാനൂർ പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന പ്രതിഷേധം കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് CPM-ന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പാനൂർ പോസ്റ്റ് ഓഫീസ് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമായി മാറി. പ്രകടനമായി എത്തിയാണ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു. ഈ വർധനവ് ഏതെങ്കിലും ഒരു ദിവസം നിന്ന് കിട്ടിയ അപ്പം തീരുമാനിക്കാമെന്ന് എന്താ പറയാ, വിവരക്കേടിന്റെ അപ്പോസ്തലനാണെന്ന് നമുക്കെല്ലാം അറിയാമെങ്കിലും മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ആരായിരുന്നു സതീശ? നിത്യേനയെന്നോണം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കാൻ മുതലാളിമാർക്ക് അധികാരം കൊടുത്തത് കോൺഗ്രസ് അല്ലേ? എന്നിട്ട് ഇപ്പൊ പറയാണ് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നല്ലോ. ഒരു നിശ്ചിത കാലത്ത് 6 മാസം കൂടുമ്പോ 1 വർഷം കൂടുമ്പോ ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ട സമിതിയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത്. വിലസ്ഥിരതാ ഫണ്ട് കണ്ട് ഗവൺമെന്റ് കൊടുത്താണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കാതെ നിയന്ത്രിച്ചിരുന്നത്. ആ ചുമതല ഗവൺമെന്റിൽ നിന്ന് എടുത്തു മാറ്റി കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുമ്പോ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, ഇത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ജനങ്ങളെ കൊള്ളയടിക്കാൻ നിങ്ങൾ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്, അവസരം തുറന്നു കൊടുക്കുകയാണ്. കെ സുധീർ കുമാർ അധ്യക്ഷനായി. CPM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള സ്വാഗതം പറഞ്ഞു. A ശൈലജ, K പവിത്ര മാസ്റ്റർ, A രാഘവൻ മാസ്റ്റർ, VK രാഗേഷ്, N അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിൽ ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങി ജ്യോത്സ്യനും. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ജ്യോതിശാലയത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് ജ്യോതിശാലയം നടത്തിപ്പുകാരനായ കാങ്കോൽ വടശ്ശേരി സ്വദേശി പെരികമന ഇലത്തെ P ശ്രീനാഥിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജ്യോത്സ്യന്റെ ഭാവിയും വർത്തമാനവും ഒപ്പം ഭൂതവും ചികയുകയാണ് ഇപ്പോൾ പോലീസ്. മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടായിരുന്നു ബുധനാഴ്ച വൈകിട്ട് പയ്യന്നൂർ SI PV അനുശ്രീയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കണ്ണൂർ ഡാൻസ് ഓഫ് ടീം ചേർന്ന് പരിശോധന നടത്തിയത്. ജ്യോതിശാലയത്തിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള മുറിയിലെ ചുമർ അലമാരയിൽ പ്ലാസ്റ്റിക് കവറിലാക്കി സൂക്ഷിച്ച നിലയിലാണ് 5.77 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇത് കഞ്ചാവാണെന്ന് ബോധ്യപ്പെട്ടതോടെ പോലീസ് ഇവ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us.
ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിസിംഗ് റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ
049023228803 9497360333. വാർത്തയിലേക്ക്. ഇന്ത്യൻ കരസേനയുടെ അഭിമാനമായ കോർ ഓഫ് സിഗ്നൽസിൽ നിന്നും 31 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച സുബേദാർ മേജർ മാഹി ചാലക്കരയിലെ ഷാജി മാണിക്കോത്തിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വിമുക്ത ഭടന്മാരുടെ സംഘടനയായ തലശ്ശേരി സിഗ്നലേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യസുരക്ഷയ്ക്കായി 3 പതിറ്റാണ്ടിലേറെ കാലം സേവനമനുഷ്ഠിച്ച ഷാജി മാണിക്കോത്തിനെ വിമുക്ത ഭടന്മാരും RPFും ചേർന്ന് സ്വീകരിച്ചു. തലശ്ശേരി സിഗ്നലേഴ്സ് പ്രസിഡന്റ് KS ജയപ്രകാശ് ഹാരാർപ്പണം നടത്തി. M ശശീന്ദ്രൻ പൂച്ചെട്ട് നൽകി സ്വീകരിച്ചു. സംഘടനാ പ്രസിഡന്റ് AK രാമകൃഷ്ണൻ അധ്യക്ഷനായി. സുബേദാർ മേജർ ഷാജി എം കോർ ഓഫ് സിഗ്നൽസിൻ്റെ ഡ്രാഫ്റ്റ്സ്മാനായിരുന്നു. അദ്ദേഹം വിരമിച്ചു, നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ജന്മനാട് അദ്ദേഹത്തിന് നൽകിയ സ്വീകരണമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു കവിതയുണ്ട്, ആംഗലേയ ഭാഷയിലാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, നമ്മൾ 2 വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് കഠിനമായ വഴികളാണ്, ഒന്ന് എളുപ്പമുള്ള വഴികളാണ്. നമ്മൾ സൈനികർ തിരഞ്ഞെടുത്തിട്ടുള്ള വഴി കഠിന വഴിയാണ്. ആദ്യം ഉപജീവനമായിട്ടായിരിക്കും നമ്മൾ സേനയിൽ എത്തുന്നത്. പക്ഷേ 6 മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത, രാഷ്ട്രത്തോടുള്ള സ്നേഹം, ഇതൊക്കെ നമ്മളിൽ അറിയാതെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഇൻകൽക്കേറ്റ് ആകുന്നു. അപ്പോൾ ഈ കൂടുതലൊന്നും സംസാരിക്കാനുള്ള സമയമില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരെക്കാട്ടും കൂടുതൽ ബുദ്ധിമുട്ടുന്ന അവരുടെ കുടുംബമാണ്. കാരണം ഇദ്ദേഹം ദൂരെയായിരിക്കും, നാട്ടിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഒരു വളരെ മെറിറ്റോറിയസ് സർവീസ് എന്ന് തന്നെ പറയാം. 31 വർഷത്തെ സർവീസ് അദ്ദേഹം. റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ സന്ദീപ്, RPF ഇൻസ്പെക്ടർ മനോജ് കുമാർ, GRPF SI മുരളീധരൻ, തലശ്ശേരി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽ വിലങ്ങൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. രാജ്യത്തിന് വേണ്ടി ദീർഘകാലം സേവനം ചെയ്ത ഷാജിയുടെ സമർപ്പണബോധവും കർത്തവ്യനിഷ്ഠയും ഇവർ അനുസ്മരിച്ചു. P വിശ്വജിത്ത്, N ദിനേശൻ, KP പ്രദീപ് കുമാർ, EV ശശിധരൻ എന്നിവരടക്കം ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതെങ്കിൽ ഇന്നും മുന്നോട്ട് ഇതിലും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ദൈവം സഹായിക്കട്ടെ. എന്നാൽ ഒരു വർഷം എനിക്ക് 1.5 വർഷം ഡൽഹിയിലേക്കുണ്ട്. പക്ഷേ പരിപാടികളിലുണ്ടാവും. കഴിഞ്ഞ് നാട്ടിലേക്ക് തന്നെ വരും. കഴിയുന്ന എല്ലാ ഹെൽപ്പും എന്നെ കൊണ്ട് ഞാൻ ഇതിലേക്ക് ചെയ്യും. എപ്പോഴും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡൽഹിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെടുക ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അഖിലേന്ത്യാ കിസാൻ സഭയുടെയും പ്രമുഖ നേതാവായിരുന്ന A ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അഖിലേന്ത്യാ കിസാൻ സഭയുടെയും നേതാവായിരുന്ന A ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികം ആചരിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് MS നിഷാദ് അധ്യക്ഷനായി. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. M ബാലൻ, DK മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. ആ പഴയ കാലത്ത് അത്രത്തോളം കാര്യപ്രാപ്തിയോടുകൂടി ഇടപെടാനും ആ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനും അങ്ങനെ ഒരു സംവിധാനം ഇന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ അതൊന്നും ആലോചിക്കാത്ത ഘട്ടത്തിൽ പോലും അത്തരം ഒരു ആശയഘടന ഉറപ്പുവരുത്തി ഈ നാടിലെ സാധാരണക്കാരന് വേണ്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സഖാവായിരുന്നു സഖാവായ ബാലകൃഷ്ണൻ. അതുപോലെ ഒട്ടനവധി കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ KSPPWA കണ്ണൂർ ജില്ലാ സമ്മേളനം ജൂൺ 6 കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം കൺവീനർ K പത്മനാഭൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ രാവിലെ 10 മണിക്ക് കണ്ണൂർ റേഞ്ച് DIG H യതീഷ് ചന്ദ്ര IPS ഉദ്ഘാടനം ചെയ്യും. ഉച്ചതിരിഞ്ഞ് നടക്കുന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. പരിശീലനകാലം ഡ്യൂട്ടി കാലയളവായി പരിഗണിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെടുമെന്ന് പത്മനാഭൻ പറഞ്ഞു. വളരെ കാലമായി പോലീസിലുള്ള ഒരു ചെറിയൊരു അരക്ഷാവസ്ഥ, പരിശീലന കാലം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ഡ്യൂട്ടിയായി പരിഗണിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഗവൺമെൻറ് ചെയ്തപ്പോഴും അതൊരു കൊല്ലം വെച്ച് ചെയ്തപ്പോൾ കുറേ പേർക്ക് കിട്ടാതായി. എന്താണെന്ന് വെച്ചാൽ 1971 ചേർന്നവരായി ഇപ്പോൾ മാക്സിമം ഉള്ളത് 74 വെച്ചിട്ടുള്ളവർക്ക് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാറിപ്പോയവർക്കും ആനുകൂല്യം കിട്ടുന്നുണ്ട്. പരിശീലന കാലം ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കുന്നില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. അതിനെപ്പറ്റി ഗവൺമെൻറ് പല വർഷം ചെയ്തപ്പോഴും അത്
ഒരു പൂർണ്ണമായി ഓർഡറായിട്ടില്ല. ഓർഡറായപ്പോൾ 74 വെച്ച് അങ്ങനെ കുറച്ച് പേർക്ക് കിട്ടി. 71 വെച്ച് കുറച്ച് വളരെ ബാക്കിയുള്ളൂ. നമ്മൾ ഈ മുമ്പത്തെ പോലെയല്ല, പണ്ട് ഇന്നത്തെ കാലത്തല്ല. പണ്ട് ബോയ്സിൽ ട്രെയിനിങ് എടുക്കുന്നത് ഒരു 50 പേര്, ഒരു 30 പേര്, ഒരു 80 പേര് അങ്ങനെയൊക്കെ എടുക്കലുള്ളൂ. പിന്നീട് ഇപ്പോഴാണ് ബൾക്കായിട്ട് 10-300 പേരൊക്കെ ട്രെയിനിങ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രമുള്ള ചെറിയൊരു കാര്യമാണത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുയ്യം രാഘവൻ, ജില്ലാ പ്രസിഡന്റ് എ ജയരാജൻ, കെ ഡി ഫ്രാൻസിസ്, ടി ജയപ്രകാശ്, ദിലീപ് പാറക്കണ്ടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാഹി ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കലാപരിപാടികളും ലഹരി ബോധവൽക്കരണവും നടന്നു. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ, ഈ വിദ്യാലയത്തിന്റെ പെരുമ ഞാൻ ഇന്നലെ കേരള അസംബ്ലിയിൽ മുഴങ്ങുന്നത് ഞാൻ കേട്ടു. കേരള അസംബ്ലിയിൽ PM ശ്രീ ഉസ്മാൻ ഹൈസ്കൂളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിയമസഭാ സാമാജികൻ. ഈ വിദ്യാലയത്തിലുള്ള സൗകര്യങ്ങളെ പറ്റി കേരളം ഒന്നടങ്കം ശ്രദ്ധിക്കാൻ ആ പ്രസംഗം ഇടയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, PM ശ്രീ എന്ന സ്കീമിലൂടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഏകദേശം 2000-2500 സ്കൂളുകൾ സെലക്ട് ചെയ്തെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എനിക്ക്. അതിലൊന്ന് നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അഭിമാനം നൽകുന്ന ഒരു സംഭവമാണ്. മാഹി മേഖലയിൽ നിന്നും ചാലക്കര PM ശ്രീ ഉസ്മാൻ ഹൈസ്കൂളും അതുപോലെ തന്നെ IK കുമാരൻ ഹയർ സെക്കൻഡറി സ്കൂളുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതില്ലാണ്ട് സെൻട്രൽ സ്കൂളൊക്കെ ഉണ്ട്. ഇത് നമുക്കൊരു അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് പോണ്ടിച്ചേരി സംസ്ഥാനത്തിൽ തന്നെ മികച്ച NCC ഉള്ള ഒരു വിദ്യാലയം, NCC കേഡറ്റ്സ് ഉള്ള ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. പ്രധാനാധ്യാപകൻ മുരളി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പള്ളൂർ SI സന്തോഷ്, ട്രാഫിക് SI പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ലഹരി ബോധവൽക്കരണവും നടന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച അർജുന്റെ വൃക്കകളിലൊന്ന് സ്വീകർത്താവിലേക്ക് വിജയകരമായി മാറ്റിവെച്ചുകൊണ്ട് കണ്ണൂർ ആസ്റ്റർ മിംസ് വീണ്ടും ഒരു അതിസങ്കീർണ ജീവൻ രക്ഷാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളോട് പോരാടുന്ന കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശിയായ 37-കാരനാണ് മസ്തിഷ്ക മരണത്തെ തുടർന്ന് വിട പറഞ്ഞ 22-കാരൻ അർജുന്റെ വൃക്കയിലൂടെ പുതുജീവിതം ലഭിച്ചത്. ഒട്ടേറെ മെഡിക്കൽ വെല്ലുവിളികൾ നിറഞ്ഞ 5 മണിക്കൂർ നീണ്ട അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് ആസ്റ്റർ മിംസിലെ മെഡിക്കൽ സംഘം ദൗത്യം പൂർത്തിയാക്കിയത്. ഒട്ടേറെ മെഡിക്കൽ വെല്ലുവിളികൾ നിറഞ്ഞ 5 മണിക്കൂർ നീണ്ട അതിസങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് ആസ്റ്റർ മിംസിലെ മെഡിക്കൽ സംഘം ദൗത്യം പൂർത്തിയാക്കിയത്. നിയമവശാൽ അവയവമാറ്റത്തിനായി സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയായ സോട്ടോയുടെ മൃതസഞ്ജീവനി ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് അനുയോജ്യമായ വൃക്ക കാത്തിരിക്കുകയായിരുന്നു യുവാവ്. തലച്ചോറിലുണ്ടായ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയ അർജുൻ്റെ വിയോഗത്തിനിടയിലും മാതാപിതാക്കൾ അവയവദാനത്തിന് സന്നദ്ധരാകുകയായിരുന്നു. അർജുൻ ദാനം ചെയ്ത അവയവങ്ങളിൽ ഒരു വൃക്കയാണ് മുഴപ്പിലങ്ങാട് സ്വദേശിയായ യുവാവിന് ലഭിച്ചത്. അമ്മ മാത്രം തണലായുള്ള ഈ യുവാവിന് അർജുൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനം ജീവിതത്തിലേക്കുള്ള വലിയ തിരിച്ചുവരവിന് വഴിയൊരുക്കുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി കണ്ണൂർ ആസ്റ്റർ മിംസിൽ വൃക്ക തകരാറിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു യുവാവ്. ദാതാവിൽ നിന്ന് വൃക്ക പുറത്തെടുത്ത മെഡിക്കൽ സംഘം തന്നെയാണ് അവയവം സ്വീകർത്താവിലേക്ക് വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയും നിർവഹിച്ചത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ശസ്ത്രക്രിയ വൈകുന്നേരം 3 മണിയോടെയാണ് അവസാനിച്ചത്. യൂറോളജി വിഭാഗം സർജന്മാരായ ഡോക്ടർ അവിനാശ് TS, ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ ഗോവിന്ദ് S, നെഫ്രോളജി വിഭാഗം ഡോക്ടർമാരായ ബിജോയ് ആൻ്റണി, സാരംഗ് വിജയൻ, VR പ്രദീപ്, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരായ സുപ്രിയ രഞ്ജിത്ത്, അനീഷ് ലക്ഷ്മണൻ, വന്ദന എന്നിവരടങ്ങുന്ന വിദഗ്ധ മെഡിക്കൽ സംഘമാണ് ഈ സങ്കീർണ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാറ്റിവെച്ച വൃക്കയോട് ശരീരം മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്നും പൂർണ്ണ ആരോഗ്യവാനായ രോഗി അടുത്ത ദിവസം തന്നെ ആശുപത്രി വിടുമെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. ഏറെ സങ്കീർണവും വേഗതയേറിയതുമായ പ്രക്രിയകളുടെ ഏകോപനവും
ആവശ്യമായ ഒരു ദൗത്യമായിരുന്നു ഇതെന്നും അതിന് കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തുന്നെന്നും അതോടൊപ്പം ഉത്തരമലബാറിലെ ആദ്യ കടാവറിക്ക് ട്രാൻസ്പ്ലാന്റ് വിജയകരമാക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ആസ്റ്റർ മിംസ് കണ്ണൂർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. അർജുൻ്റെ കുടുംബത്തിൻ്റെ മാതൃകാപരമായ തീരുമാനവും ജീവകാരുണ്യ സംഘടനകളുടെ പിന്തുണയുമാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീണ്ടും ഒരിടവേള. അമൃത വിദ്യാലയം പുന്നോൾ തലശ്ശേരി, leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enriched co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളാണ് നടത്തുന്നതെന്ന് കണ്ണൂർ കോർപ്പറേഷൻ. ജില്ലയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും ഏറ്റവും അധികം ആശ്രയിക്കുന്നതാണ് കണ്ണൂർ ജില്ലാ ആശുപത്രി. പ്രസ്തുത ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധരാണെന്നും കോർപ്പറേഷൻ മേയർ KP താഹിറും മറ്റ് ഭരണസമിതി അംഗങ്ങളും കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളാണ് നടത്തുന്നതെന്ന് കോർപ്പറേഷൻ ഭാരവാഹികൾ
കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയുമുള്ള പ്രശ്നങ്ങൾ കോർപ്പറേഷനിലേക്ക് പഴിചേരുന്നത് ജില്ലാ പഞ്ചായത്ത് അവസാനിപ്പിക്കണമെന്നും കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനാവശ്യമായി കോർപ്പറേഷനെ വലിച്ചിഴക്കുന്ന ഒരു കാഴ്ച എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ജില്ലാ ആശുപത്രിയിലേക്കുള്ള ജലവിതരണ പൈപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂയാണ്. നമുക്ക് പറയാനുള്ളത്, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളാണ് നടത്തി വരുന്നത്. ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി. ഈ ആശുപത്രിയിലേക്കുള്ള എല്ലാ പ്രവർത്തനത്തിനും എല്ലാ സഹായ സഹകരണവും എല്ലാ കാലത്തും ചെയ്യാൻ നമ്മൾ കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധരാണ്. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ LDF ഭരണസമിതിയുടെ സമയത്ത് ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാതെ മതിയായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെയാണ് അവിടെ കെട്ടിടം പണിതിട്ടുള്ളത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കെട്ടിടം സ്ഥാപിക്കുമ്പോൾ അതിന് വേണ്ടുന്ന, പ്രത്യേകിച്ച് ആശുപത്രിയിലേക്ക് അത് സ്ഥാപിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംവിധാനം, അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കേണ്ടതും അതാത് സ്ഥാപനങ്ങളാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആശുപത്രിയുടെ കെട്ടിടം പണിയുമ്പോൾ അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് കൂടി അവരുടെ ഡിസൈനിലും പ്ലാനിലും ഒക്കെ വരേണ്ടതാണ്. അപ്പോൾ അതിന് എതിരെയാണ് ഇപ്പം നമ്മുടെ കോർപ്പറേഷനെ പഴിചാരുന്ന തലത്തിലേക്ക് വന്നിട്ടുള്ളത്. പ്രശ്നങ്ങൾ ശാസ്ത്രീയമായും ശാശ്വതമായും പരിഹരിച്ച് ജില്ലാ ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിന് നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയും നിയമലംഘനമില്ലാതെയുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കോർപ്പറേഷന്റെ പിന്തുണയുണ്ടാകുമെന്നും മേയർ പി ഇന്ദിര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ KP താഹിർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ലിഷ ദീപക്, ഋഷാം താണ, ശ്രീജ മഠത്തിൽ, രഞ്ജചന്ദ്രൻ മാക്കുറ്റി, ഷമീം ടീച്ചർ, VK മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് സോന ജയറാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാഹി എക്സൽ പബ്ലിക് സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ പ്രവേശനോത്സവം ആഘോഷിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ അരങ്ങേറി. മാഹി എക്സൽ പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവ പരിപാടികൾ സ്കൂൾ പ്രിൻസിപ്പൽ സതിയം കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ബാൻഡ് ട്രൂപ്പിന്റെ ബാൻഡ് മേളത്തോടെ പുതിയ കുട്ടികളെ സ്കൂളിലേക്ക് വരവേറ്റു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു.
പെരിങ്ങാടി അൽമനാർ ഖുറാനിക് പ്രീ സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. പെരിങ്ങാടി അൽമനാർ ഖുറാനിക് പ്രീ സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടത്തി. പ്രിൻസിപ്പാൾ അബ്ദുൽ ഗഫൂർ ഫാറൂഖിന്റെ അധ്യക്ഷതയിൽ MET ചെയർമാനും ന്യൂമാഹി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ KK ബഷീർ ഉദ്ഘാടനം ചെയ്തു. അൻസില ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹസീന ടീച്ചർ, നസീറ ടീച്ചർ, ഹസ്ന, ഹെന്ന, ജംഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. KNM വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ CH ഇസ്മയിൽ ഫാറൂഖി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള എണ്ണയും ഇളനീരും മേക്കിലേരി രാജുതണ്ടയാന്റെ നേതൃത്വത്തിൽ തോട്ടുമ്മൽ മേക്കിലേരി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. എരഞ്ഞോളി തോട്ടുമ്മൽ മേക്കിലേരി ക്ഷേത്രത്തിൽ നിന്നും മേക്കിലേരി രാജു തണ്ടയാൻ്റെ നേതൃത്വത്തിൽ 11-അംഗ സംഘം ഇളനീരാട്ടത്തിനായുള്ള എണ്ണയും ഇളനീർ കാവുകളുമായി കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. കാലാകാലങ്ങളായി ഇവിടെ നിന്ന് എണ്ണയും ഇളനീർ കാവുകളുമായി കാൽനടയായി കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകാറാണ് പതിവെന്ന് വിനോദൻ പറഞ്ഞു. കാലാകാലങ്ങളായി മേഖലേരി ക്ഷേത്രത്തിൽ നിന്നും കൊട്ടിയൂരേക്കുള്ള എണ്ണ ഇളനീർ ഇന്ന് ഇവിടുന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെട്ടു. മേഖലേരി രാജുത്തണ്ഡ്യാൻ്റെ നേതൃത്വത്തിൽ പുറപ്പെടുന്നതാണ്. 4 ദിവസം കൊണ്ടാണ് കൊട്ടിയൂർ എത്തുക. 4ാമത്തെ ദിവസമാണ് എണ്ണ വെക്കുക. ഇന്ന് കൈതേരി, നാളെ നെടുമ്പോയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരി വിരുദ്ധ പ്രത്യേക പരിശോധനയായ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് തുടരുന്നു. കതിരൂരിലും പാനൂരിലുമായി 17 ഗ്രാം MDMA പിടികൂടി. 7 പേർ അറസ്റ്റിൽ. ഓപ്പറേഷൻ തൂഫാനു പിറകെ ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തണ്ടറും. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 8 കിലോ കഞ്ചാവ് പിടികൂടി. നാടിനെ കൊള്ളയടിക്കുന്നതിൽ BJP സർക്കാരിനും കോൺഗ്രസ് സർക്കാരിനും പങ്കുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ തലശ്ശേരിയിലും പാനൂരിലും പ്രതിഷേധം. ഇന്ത്യൻ കരസേനയുടെ അഭിമാനമായ കോർ ഓഫ് സിഗ്നൽസിൽ നിന്നും 31 വർഷം സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച സുബേദാർ മേജർ മാഹി ചാലക്കരയിലെ ഷാജി മാണിക്കോത്തിനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം. വരവേൽപ്പ് വിമുക്ത ഭടന്മാരുടെ സംഘടനയായ തലശ്ശേരി സിഗ്നലേഴ്സിന്റെ നേതൃത്വത്തിൽ. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.